ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീണ്ടും നമ്മൾ ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്, ടിപ്സൊന്നല്ല. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ചാവക്കാട് ബീച്ചിലേക്ക് പോയിട്ടോ. അപ്പോൾ അത് അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ കണ്ട കുറേ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മുടെ ബീച്ചിലേക്ക് പോയ സമയത്ത് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാം, ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് നമ്മളിവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൊട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നവർ ആരും ആ വേസ്റ്റ് ബിന്നിൽ ഇടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എല്ലാവരും ഗ്രൗണ്ടിൽ തന്നെ ഇട്ടിട്ട് പോവാണ്. ആ ബീച്ച് മൊത്തം എന്താ പറയുക, കുറേ പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളായിട്ട് ഇങ്ങനെ ആകെ ഇതായി കിടക്കണം. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ വേസ്റ്റ് അവരവിടെ വെച്ചിട്ടുള്ള ബിന്നിൽ തന്നെ കൊണ്ടിടണം. ഇതുപോലെ ഇടരുത്. നമ്മൾ ഒരാൾ ഇതുപോലെ ഇടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഇട്ടിട്ട് അവിടെ മൊത്തം കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. മറ്റുള്ള ബീച്ചുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല രസമായിട്ടും വൃത്തിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് വേറെ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ഉണ്ട്, ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ. പക്ഷേ ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണല്ലോ. അതുകൂടി ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ കടലിൽ മരകളൊക്കെ കളിച്ചതിന് ശേഷം ഫുഡ് ഐറ്റംസിലേക്ക് പോയിട്ട്, അപ്പോൾ അവിടെ സ്പൈറൽ പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, കാടമുട്ട ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ എന്താ പറയുക, ഒരു ഫ്ലേവറിൻ്റെ പേര് എനിക്ക് പെറി പെറി പറഞ്ഞൊരു ഫ്ലേവറായിരുന്നു. ഞാനത് കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്കെന്തോ അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ആ എസൻസ് എനിക്കത്ര അവിടെ അവരൊഴിക്കണം കണ്ടപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങളവിടെ ഒരു അണ്ടർ വാട്ടർ എക്സ്പോ ഉണ്ടായിരുന്നു, അത് കാണാനായിട്ട് പോയി. 80 രൂപയാണ് ടിക്കറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു കുറേ ഐറ്റംസൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത്. പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ചകൾ എനിക്ക് വളരെ ദുഃഖകരമായിരുന്നു. കാരണം 80 രൂപയ്ക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ് വില, പക്ഷേ പോയി കാണാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് മീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് നമ്മുടെ ചേലക്കര ഫെസ്റ്റ് പറഞ്ഞൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നാലും അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കാം, നോക്കൂ. അങ്ങനെ അവിടെ ഫിഷുകൾ മാത്രമല്ല, പലതരത്തിലുള്ള വെറൈറ്റി അനിമൽസൊക്കെ ചേലക്കര ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് വെറും ഫിഷുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻട്രി ഇതാണ്. നമ്മൾ ആദ്യം തന്നെ പോണ സമയം കണ്ടാവും, കുറേ ഒരു കടലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പാലക്കാടുള്ള ടീമാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ 80 രൂപ പറഞ്ഞു. കുട്ടികൾക്കും 80 രൂപ തന്നെയാണ്. കുട്ടികൾക്ക് റേറ്റ് കുറവൊന്നുമില്ല. ടിക്കറ്റിന് 80 രൂപ തന്നെ ഫുൾ ചാർജ് തന്നെയാണ് അത് വാങ്ങിയത്. അതാണ് വിഷമമായത്. ഇത്രയും പൈസ ഒക്കെ വാങ്ങിയിട്ട് പക്ഷെ കാണാൻ അതിൽ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇപ്പോൾ കാണുന്നത് ചെറിയ ഫിഷുകളാണ്. അതായത് ഈ ഗോൾഡ് ഫിഷ്, കളർ ഫിഷുകൾ, കുറേ കളർ ഫിഷ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഏഞ്ചൽ, അങ്ങനെ നമ്മൾ കുറേ കാണുന്ന കുറേ ഐറ്റംസ്, ഓസ്കാർ പോലെയുള്ളത്, അങ്ങനെയുള്ളതൊക്കെ ഈ സൈഡുകളുണ്ടായിരുന്നു. അത്ര വലിയൊരു വെറൈറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കണ്ട സാധനങ്ങൾ തന്നെയാണ്. ആ ഒരു അറ്റം വരെ ബുഷി, പിന്നെ എന്താ പറയുക, ഗപ്പികളുണ്ടായിരുന്നു, കുറേ വെറൈറ്റി ഗപ്പികളുണ്ടായിരുന്നു. പിന്നെ ഈ സക്കർ പോലത്തെ മീനല്ലേ നമ്മുടെ അടുക്കൊക്കെ കഴിക്കണം, സക്കർ, അങ്ങനത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പലതരം കളറുകളുണ്ടാവില്ല, ഓറഞ്ച്, പച്ച കളർ, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്താ മീനെന്ന് അറിയണവരെൻ്റെ കമൻറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കോഴിക്കാർപ്പ്, ചൈന കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റ് ഷാർക്ക് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോ എനിക്ക് പേര് മറന്നുപോയിട്ടോ. കുറേ എൻ്റെ പേര് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു, പക്ഷേ എനിക്കതിൻ്റെ പേര് വോയിസ് എടുക്കുമ്പോൾ മറന്നുപോയി. പിന്നെ നമ്മുടെ അതാണ് ഈ വെറൈറ്റി ഉണ്ട്, കുറേ ഐറ്റംസ് മീൻസ് ഇപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനിയാണ് നമ്മൾ ടണലിലേക്ക് പോകുന്നത്. വാട്ടർ ടണൽ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റ് ചെയ്തു. കാരണം ബീച്ചിൻ്റെ അകത്തുള്ള ടണലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ നല്ല രസം ഉണ്ടാകുന്ന സംഭവം അത്ര വലിയ ചെറുതായിപ്പോയി, വളരെ ചെറുതായിപ്പോയി. അതാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ അവിടെ കണ്ട മീനുകൾ തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ കാണാൻ വന്നിട്ട് ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ 80 രൂപയ്ക്കുള്ളതുണ്ടോ ഒരാൾക്ക്, അതും കുട്ടികൾക്കും 80 രൂപയ്ക്ക് തന്നെയാണ് അവർ വാങ്ങിയത്.
കുറവാക്കിയില്ല. അതിനുണ്ട് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഇതുണ്ട് കുറേ കോഴിക്കാർപ്പുകൾ, ഷാർക്കുകൾ, അങ്ങനെ വെറൈറ്റികൾ എല്ലാം കൂടി മിക്സ് ചെയ്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാൻ പറ്റണ ഐറ്റം കുറേ ഷാർക്ക്, വൈറ്റ് ഷാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. നമ്മളതുകൊണ്ട് കണ്ടോ, ഇതൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് കാണാനുണ്ടായിരുന്നത്. എല്ലാം ഒരേ തരം മീനുകൾ തന്നെയാണ്. അത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്ഷനായിട്ടല്ല, ഫുള്ളായിട്ട്. അപ്പോൾ എല്ലാം മിക്സായിട്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത്. കണ്ടോ, കോഴിക്കാർപ്പുകൾ കുറച്ച് അധികം തന്നെയുണ്ട്. ഷാർക്ക് ഉണ്ട്, ചെറിയ ചെറിയ ഷാർക്ക്, വൈറ്റും മറ്റേ കളർ ഷാർക്കും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന വെറൈറ്റികൾ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് എൻട്രൻസിൽ ടണലിൻ്റെ അവിടെ കുറച്ച് എന്താ പറയുക, കളർ ഫിഷുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്കറിയില്ല. ഓസ്കാർ ഉണ്ടെന്ന് ഇതിനകത്തില്ല. ഇല്ലല്ല, ഇതിനകത്ത് ഓസ്കാർ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയണം. കാരണം എനിക്ക് മീനുകളെക്കുറിച്ച് അത്ര അറിവില്ല. ഞാൻ മനസ്സിലാക്കി വെച്ച കുറേ പേരുകളാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുറേ ഐറ്റംസ് ഇതെന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കാറായി. കാരണം അത്രയേ ഉള്ളൂ ഇവിടെ. വേറെ ഒന്നും പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈയൊരു ഞാൻ എടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും ഉണ്ടാവും. ഇത് ബാക്ക് സൈഡ് കാണിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കുറേ മീനുകൾ, നമ്പർ ഓഫ് മീനുകൾ കുറേ ഉണ്ട്. സ്കൂൾ ഓഫ് ഫിഷസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കുറേ ഉണ്ട്. പക്ഷേ വെറൈറ്റികൾ കുറവാണ്. പിന്നെ 1, 2, 3 ഒക്കെ ഉള്ളത്. ഇതൊക്കെ തന്നെ അത്യാവശ്യം എനിക്ക് വലുതായി തോന്നി കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വലുതായിട്ട്, ഇതിൻ്റെ പേരെനിക്കറിയില്ല, വലുതായിട്ട് തന്നെ ഉണ്ട്. ഉണ്ടോ, ഇതും അതുപോലെ പേരെനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. ടണലിൻ്റെ പുറത്തെത്തി കഴിഞ്ഞു. പിന്നെ ഇവിടെ കണ്ടത് നമ്മുടെ ബീച്ചിൽ ഇതുപോലെ ജീപ്പുകൾ, മണലിൽ ഓടിക്കാൻ വന്ന ജീപ്പുകളുണ്ടായ. ഒരാൾക്ക് 100 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ അവിടെ ഉള്ളത് എന്താണ്, ഫുഡ് സ്റ്റാളായിരുന്നു കേട്ടോ. ഫുഡ് സ്റ്റാളും ഉണ്ട്. പിന്നെ ഇതുപോലെ ഈ ഗ്ലാസ് എറിഞ്ഞ് ഒരു ബോൾ എറിഞ്ഞ് എല്ലാം വീഴ്ത്തുകയാണെങ്കിൽ അവർ പറയണ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ യന്ത്ര ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഡ്രാഗൺ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ ബീച്ചിൽ തന്നെ ഓണായിട്ടുള്ളൊരു പാർക്ക് ഉണ്ടല്ലോ, കുട്ടികൾ കളിക്കാൻ പറ്റുന്ന പാർക്ക് വേറെ ഉണ്ട്. ഇതിപ്പോൾ ഓണം പ്രമാണിച്ച് വന്നിട്ടുള്ള എക്സ്പോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 1-2 ആഴ്ച കൂടി ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഫുഡിൻ്റെ ഭാഗത്ത് കുറേ എന്താ പറയുക, കോളിഫ്ലവേഴ്സ്, ബജ്ജി, അതുപോലെ നമ്മുടെ പാനിപ്പൂരി, അങ്ങനെ കുറേ. ഈ ഭാഗത്ത് വലിയ വേസ്റ്റൊന്നും കാണാനില്ല കേട്ടോ. എല്ലാവരും വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവറും ചമ്മന്തിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. സോസ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ചമ്മന്തിയാണ് വാങ്ങിച്ചത്. അപ്പുറത്ത് പാനിപ്പൂരി ഉണ്ട്, പോപ്കോൺ ഉണ്ട്, മുളക് ബജ്ജി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കോളിഫ്ലവർ വാങ്ങിച്ചു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം കേട്ടോ കോളിഫ്ലവർ വറുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. തണുത്ത് വിറച്ച് വരേണ്ട സമയത്ത്, കടൽ കളിച്ചിങ്ങനെ തണുത്ത് വിറച്ച് വരണ സമയത്ത് ഈ കോളിഫ്ലവർ കഴിച്ചപ്പോൾ കുറച്ച് ആശ്വാസമായി. കാരണം എക്സ്പോൻ്റെ അകത്തൊക്കെ നല്ല അത്യാവശ്യം ഹീറ്റായിരുന്നു. പുറത്തിറങ്ങി വീട് നടക്കാൻ തുടങ്ങി. അപ്പോൾ നന്നായിട്ടുണ്ടെന്നാണ് പറയണത്. കഴിച്ചിട്ട് ഞാനൊരിടം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്കും വലിയ കുഴപ്പമില്ലെന്ന് തോന്നി കേട്ടോ. ഫുഡ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ്ചർ പോലെയുള്ള സംഭവമില്ലേ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഇട്ട് തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ. പിന്നെ ഇഷ്ടം പോലെ പട്ടങ്ങൾ കുറേ പേര് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവിടെ വിൽക്കുന്നുണ്ട് വട്ടം. കൂടാതെ നമ്മുടെ തെരുവ് നായ്ക്കളും ഉണ്ട്. അതിനെ കുറച്ച് പേടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. കാരണം എപ്പോഴാണ് എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വലിയ അക്രമസക്തരൊന്നുമല്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.